മലയാളം സർവകലാശാലയ്ക്ക് ഭൂമി എടുക്കുന്നത് എൻ്റെ കാലത്തല്ല. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന സമയത്തല്ല. 2016 ഫെബ്രുവരി 17 നോട്ട് ദി ഡേറ്റ്, 2016 ഫെബ്രുവരി 17 മലപ്പുറത്ത് കളക്ടറുടെ ചാംബറിൽ ചേർന്ന യോഗത്തിൽ വെച്ചാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി എടുത്തിരിക്കുന്ന സ്ഥലം വിലക്ക് എടുക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചത്. അന്ന് ഒരു സെന്റിന് 1,70,000 രൂപ നിരക്കിലാണ് 17.21 ഏക്കർ ഭൂമി ഏറ്റെടുക്കാനുള്ള സമ്മതപത്രത്തിൽ ഉടമകളുമായി സർക്കാരിൻ്റെ പ്രതിനിധി ഒപ്പുവെക്കുന്നത്. മനസ്സിലായില്ലേ? 2016 ഫെബ്രുവരി 17 അന്ന് ആരായിരുന്നു മുഖ്യമന്ത്രി? ഉമ്മൻചാണ്ടിയായിരുന്നു മുഖ്യമന്ത്രി. അന്ന് ആരായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി? PK കുഞ്ഞാലിക്കുട്ടി സാഹിബായിരുന്നു വ്യവസായ വകുപ്പ് മന്ത്രി. അന്ന് ആരായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി? PK അബ്ദുറബ്ബായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി. അന്ന് ആരായിരുന്നു തിരൂർ MLA? C മമ്മൂട്ടിയായിരുന്നു MLA. 2016 ഫെബ്രുവരി 17 മലപ്പുറത്ത് കളക്ടറുടെ ചേംബറിൽ ചേർന്ന യോഗത്തിലാണ് 17 ഏക്കറും 21 സെന്റും ഏറ്റെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്. സെന്റ് ഒന്നിന് 1,70,000 രൂപയാണ് അന്ന് നിശ്ചയിച്ചത്. അതിനുശേഷം 2016 തെരഞ്ഞെടുപ്പ് നടന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിലെത്തിയപ്പോൾ ഇത് സംബന്ധമായിട്ട് വീണ്ടും ഒരു റീതിങ്കിങ് ഉണ്ടായി. അപ്പോൾ 17 ഏക്കർ 2.1 സെന്റ് സ്ഥലം എന്ന് പറയുന്നത് കൂടുതലാണ്. അതിലൊരുപാട് നിർമ്മാണം നടത്താൻ പറ്റാത്ത സ്ഥലമുണ്ട് എന്നുള്ള ഒരു അഭിപ്രായം ഉയർന്നു. ആ സമയത്ത് 1,70,000 17.21 ഏക്കർ ഭൂമി വാങ്ങുമ്പോൾ സെന്റിന് നൽകാമെന്ന് UDF ഭരണകാലത്ത്, അബ്ദുറബ്ബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന കാലത്ത്, ലീഗിൻ്റെ MLA C മമ്മൂട്ടി ഇവിടെ പ്രതിനിധാനം ചെയ്ത കാലത്ത് എടുത്ത തീരുമാനം മാറ്റി. എന്നിട്ട് എന്താണ് തീരുമാനിച്ചത്? സെന്റ് ഒന്നിന് 1,60,000 രൂപ ആക്കി കുറച്ചു. ഉപയോഗയോഗ്യമല്ലാത്ത ഏതാണ്ട് 6.5 ഏക്കർ സ്ഥലം വേണ്ടെന്ന് വെച്ചു. അങ്ങനെ 11 ഏക്കറാക്കി അത് കുറച്ചു. ഇതാണ് ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്ത് ഈ ഭൂമി ഏറ്റെടുക്കലുമായി ബന്ധപ്പെട്ട് നടന്നത്. UDF ഭരണകാലത്ത് 17.21 ഏക്കർ സ്ഥലം സെന്റ് ഒന്നിന് 1,70,000 രൂപക്ക് കളക്ടറുടെ ചേംബറിൽ വെച്ച് എടുക്കാൻ തീരുമാനിക്കുകയും സ്ഥല ഉടമകളുമായി ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു, സമ്മതപത്രത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ആ തീരുമാനം 2016 ഏപ്രിൽ മെയ് മാസത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു. പുതിയ സർക്കാർ അധികാരത്തിൽ വന്നു. അതിനുശേഷം ഗവൺമെൻറ് ഈ 17.21 ഏക്കർ എന്നുള്ളത് കുറച്ച് 11 ഏക്കറാക്കി. കാരണം 6.25 ഏക്കറോളം സ്ഥലം സത്യത്തിൽ നിർമ്മാണം നടത്താൻ പറ്റാത്ത കണ്ടൽക്കാടുകൾ ഉൾക്കൊള്ളുന്ന മേഖലയായിരുന്നു. ആ മേഖല മുഴുവൻ വേണ്ടാന്ന് വെച്ചു. എന്നിട്ട് 11 ഏക്കറാക്കി സെന്റ് ഒന്നിന് 10,000 രൂപ കുറച്ചു, 1,60,000 ആക്കി. ഇതാണ് ഇടതുപക്ഷ ഗവൺമെൻറ്റും. പിന്നെ മാത്രമല്ല, ആ സന്ദർഭത്തിലൊക്കെ ഞാൻ ഇതിലേക്ക് വരുന്നത്, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ചുമതല ഏൽക്കുന്നത് 2 വർഷം കഴിഞ്ഞിട്ടാണ്, 2018 ശേഷം.
അപ്പം അന്ന് തുടർന്ന് പോന്നിരുന്ന കാര്യങ്ങൾ അതിൻ്റെ അവസാന ഘട്ടത്തിൽ എത്തുന്നത് സ്വാഭാവികമായിട്ടും എൻ്റെ കാലത്താണ്. ഒരു തരത്തിലുള്ള അഴിമതിയും ഒരു തരത്തിലുള്ള കമ്മീഷനും ഉണ്ടായിട്ടില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ 1,60,000 ആക്കി ഇത് കുറക്കുന്നത് തന്നെ യഥാർത്ഥത്തിൽ അന്ന് തന്നെ UDFിൻ്റെ ഭരണകാലത്ത് തന്നെ 1,60,000 ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. സെന്റ് ഒന്നിന് 10,000 ഉറുപ്പ്യ കൂട്ടിയിട്ട് അവിടെ തീരുമാനമെടുപ്പിച്ചത് UDFിലെ പറമ്പ് കച്ചവടക്കാരും ലീഗിൻ്റെ നേതാക്കന്മാരുമാണ്. അന്ന് പോലെ സർക്കാരാണല്ലോ. 17.21 ഏക്കർ സ്ഥലം സെന്റ് ഒന്നിന് 10,000 ഉറുപ്പ്യ വെച്ചിട്ട് കമ്മീഷൻ കിട്ടിയാൽ എത്ര ഉറുപ്പ്യായി? അത് കിട്ടാൻ വേണ്ടി ഓല് ചെയ്ത കാര്യമാണ് അവർ ഓർക്കുന്നത്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം എന്ത് ചെയ്യുമ്പോഴും അതിൽ അവനവനെന്ത് കിട്ടും എന്നുള്ളത് നോക്കുന്ന ആളുകളാണല്ലോ അവർ. അതുകൊണ്ടാണല്ലോ PK ഫിറോസ് യൂത്ത് ലീഗിൻ്റെ ഇപ്പോഴത്തെ സെക്രട്ടറി എല്ലാ യൂത്ത് ലീഗുകാരോടും പറഞ്ഞത്, നിങ്ങൾ ഇങ്ങനൊന്നും ആയാൽ പോരാ, ആൾക്കാരെ പറ്റിച്ചും കണ്ട് എന്തെങ്കിലുമൊക്കെ ബിസിനസ്സും തുടങ്ങണമെന്ന് ഞാൻ പറയാറുണ്ട് എന്ന് പറയാറില്ലേ? അതതുകൊണ്ടാണ്. അവരെല്ലാ കാര്യം ചെയ്യുമ്പോഴും അങ്ങനെ ചെയ്യൂ, അവർക്ക് അതേ അറിയൂ. അപ്പം ഇതാണ് മലയാളം സർവകലാശാല ഭൂമിയുമായി ബന്ധപ്പെട്ട് യഥാർത്ഥത്തിലുള്ള കാര്യം എന്ന് പറയുന്നത്.